സംസാരിക്കുന്നതിലെ കണ്ടസ്റ്റൻസിനെ കുറച്ചുകൂടി പ്രേക്ഷകർ കാണുമ്പോൾ ഈ നിഷ്പക്ഷത ആവശ്യമാണ് അല്ലെ? കാരണം എല്ലാ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ജാസ്മിന് മുല്ലാന്നൊരു വിളിപ്പേരില്ലല്ലോ. വൈ ബിക്കോസ് ആ ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി ട്രോൾ ത്രൂ ഒക്കെ പേര് വന്നല്ലോ. ആ മോശം വാക്ക് ഉപയോഗിക്കുന്നത് നല്ല രീതിക്ക് മുല്ല എന്നുള്ളത് മോശം വാക്കാവുന്നത്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നോമിനേറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ദേവു. പിന്നീട് അത് മാറിയിട്ടുണ്ട്, സൗഹൃദങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒപ്പം കൂട്ടിച്ചേർക്ക് പേരായിരുന്നു വിഷ്ണു എന്നുള്ളത്. എവിടേക്ക് ഈ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രഷറിൽ ഒരു ഹെൽപ്പ്, ഒരു ഷോൾഡറായി മാറിയിരുന്നു ശരിക്കും വിഷ്ണു. ദേവുവിന്റെ കാര്യത്തില് ദേവു എന്നുള്ളത് ഒരു കൊച്ചിന് അമ്മയാണെന്നുള്ളത് വിഷ്ണു ആയിട്ടുള്ള വിഷയത്തില് എത്രത്തോളം രൂക്ഷമാക്കാനുള്ള ഒരു കാരണമായിരുന്നു. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അത് എന്റെ അടുത്ത് പലരും ചോദിച്ചു, ഒരു കുട്ടിയുടെ അമ്മയായിട്ടും നീ ഹഗ് ചെയ്യാൻ നിന്നോന്ന്. ഞാൻ ഇവിടുന്ന് പോയപ്പോഴും കൊച്ച് ഒന്നേ ഉള്ളൂ, തിരിച്ചു വന്നപ്പോഴും കൊച്ച് എനിക്ക് ഒന്നേ ഉള്ളൂ. ഹഗ് ചെയ്തിട്ട് ഞാൻ മറ്റേ മെറ്റർണിറ്റി ലീവ് എടുത്തിട്ടല്ല വന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരോട് ക്ലോസ് ആയിട്ട് സംസാരിക്കാറുണ്ട്, ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യാറുണ്ട്, ഞാൻ ഹഗ് ചെയ്യാറുണ്ട്. സോ ഹഗ് വലിയൊരു വിപ്ലവമായിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കാരണം അവരാണ് തീരുമാനിക്കുന്നത് ആരെ സൂം ചെയ്യണം, ആരെ ലോ ആക്കണം എന്നുള്ളത്. സോ ഇപ്പോഴും ഞാൻ പറയുന്നത് അത് എഡിറ്റഡ് ആണ്. ചിലപ്പോ ഒരു അന്തവും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇപ്പൊ ലൈവ് ആണെങ്കിൽ പോലും എഡിറ്റഡ് ആണ്. അപ്പൊ തട്ടിപ്പാണല്ലേ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. സോ പ്രേക്ഷകർ ഇത് കണ്ടാൽ മതി എന്ന് അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ കാര്യം, അവൻ കാറിലിരുന്ന് ഘോരം സംസാരിച്ചു, പക്ഷെ എന്റെ അകത്ത് സായി ആയിട്ട് കേറി, ഒരു പാവം മനുഷ്യനായിട്ട് കേറി. പുറത്ത് എന്റെ അടുത്തും ഭയങ്കര സംഭവമായിട്ട് ഞാൻ മറ്റേ കാട് കുലുക്കുന്നൊക്കെ പറഞ്ഞു പോയതാ. എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ, അങ്ങനെ തന്നെ പറഞ്ഞു പോയതാണ്. ഞാൻ ജിൻഡോനെ ഫോക്കസ് ചെയ്യും, ജാസ്മിനെ ഫോക്കസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ പറയുകയും ചെയ്തു. അവിടെ പോയിട്ട് നനഞ്ഞ പടക്കം പോലെ അവർ നീ കളിച്ചു വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ജാസ്മിനോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു, ആ പേര് അവൻ നശിപ്പിച്ചു. അവനവന്റെ ഉള്ളിലെ മനുഷ്യനും നന്മയും പുറത്തു വന്നിട്ട് മാറിപ്പോയതാണെന്നാണോ തോന്നുന്നത്? മൊത്തത്തിൽ അവന് കിളിപോയ അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ പോയപ്പോഴാണ് അവൻ പറയുന്നത് ഞാനൊരു മനുഷ്യനായി എന്നുള്ളത്. പക്ഷെ സായി നമ്മുടെ സീക്രട്ട് ഏജന്റ്, കാറിലിരുന്ന് സംസാരിക്കുന്ന സീക്രട്ട് ഏജന്റ് ആണ്. അതാണ് അവന്റെ ഒരു ക്യാരക്ടർ ലൈൻ എന്നുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചേച്ചി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ഞാൻ കൈ കിടണൊക്കെ എടുത്ത് അടിക്കും, ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു പോയതാ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ഞാൻ പോകുന്നു. ബൈ.